നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ എല്ലാ ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണല്ലോ നറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ 50 രൂപ കൊടുത്ത് ധനലക്ഷ്മി വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ഗവൺമെൻറ് പറയുന്നത് 50 രൂപ കൊടുത്ത് ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ ധനലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റിന് ധനലക്ഷ്മി എന്നുള്ള പേര് തന്നെ ഇട്ടത്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം വന്നു ചേരുവാൻ ബുധനാഴ്ച ദിവസം 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ ലക്ഷ്യം അതാണ്. ജനങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ സർക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കണമെന്നുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ 50 രൂപ കൊടുത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ, കൃപാകടാക്ഷം ഉണ്ടായാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി കൂടെ വരും. അത് ചിലപ്പോൾ വരുന്നത് നിറകൈകളുമായിട്ടാണ് വരുന്നത്. 2 കൈയും നീട്ടി ലക്ഷ്മി ദേവി വാരിക്കോരി അനുഗ്രഹിച്ചായിരിക്കും കൂടെ വരുന്നത്. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സമ്മാനവുമായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ വിരുന്നുകാർ വരുമ്പോൾ, ചില ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഒരുപാട് പലഹാരങ്ങൾ, ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ചിലർ വരുമ്പോൾ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഒരു 100 രൂപയുടെ സാധനമായിരിക്കും, ഇച്ചിരി മുന്തിരിങ്ങായോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ ഒക്കെ വാങ്ങിച്ച് ചിലർ വരും. ചിലർ എന്നാൽ സമൃദ്ധിയായിട്ട് ഏറെ സാധനങ്ങൾ ഇഷ്ടം പോലെ, തുണിയും അതുപോലെ തന്നെ പലഹാരങ്ങളും ധനവും ഒക്കെ തരും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വരുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവി ബുധനാഴ്ച ദിവസം അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ 2 കൈയും നീട്ടി വാരിക്കോരി തന്ന് അനുഗ്രഹിക്കും. അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടട്ടെ, ലക്ഷ്മി ദേവി എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ബുധനാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ സർക്കാർ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് ഇന്ന കൊടുക്കണം, ലക്ഷ്മി ദേവിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ജനങ്ങളെല്ലാം 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കും. ലക്ഷ്മി ദേവി തിരഞ്ഞെടുക്കുന്നവർക്കെല്ലാം ലക്ഷ്മി ദേവി വാരിക്കുറി കൊടുക്കുക. ഏതായാലും തൻ്റെ ജനങ്ങളെല്ലാവരും ക്ഷേമത്തോടു കൂടി ജീവിക്കണം, അവർക്ക് ഐശ്വര്യം ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ലക്ഷ്മി ദേവിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവി, ഈ ലോട്ടറി ടിക്കറ്റ് മുഖേന ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരണം. ഞാൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിച്ച് കഴിയുന്നൊരു സമയമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടും, എൻ്റെ മക്കൾ രക്ഷപ്പെടും, എനിക്കൊരു വീട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സ്ഥലം മേടിച്ചൊരു വീട് വെക്കാൻ പറ്റും, എനിക്കൊരു പുതിയ തൊഴിൽ ചെയ്യാൻ പറ്റും, എൻ്റെ കടബാധകളെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും, എനിക്കൊരു പുതിയ 2 വീലർ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ച് പങ്കുവെച്ചുകൊണ്ട് തന്നെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ടാൽ ലക്ഷ്മി ദേവി തിരഞ്ഞെടുക്കും. അപ്പോൾ ലക്ഷ്മി ദേവി ധനം വാരിക്കുരി തരും. ചിലപ്പോൾ 5 ലക്ഷം തരും, ചിലപ്പോൾ 50 ലക്ഷം തരും, 1 കോടി തരും, 5000 തരും, 10000 തരും. അത് ലക്ഷ്മി ദേവിയുടെ ഇഷ്ടം പോലെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ സർക്കാർ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം ലക്ഷ്മി ദേവിയെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യത. എന്നാൽ ജ്യോതിഷം ഇവിടെ പറയുന്നു, ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുവാൻ സാധ്യതയുള്ള നാളുകാർ ഇന്ന നാളുകാരാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ അതും കൂടെ കേട്ടതിന് ശേഷം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ താല്പര്യം കാണിക്കുക. ജ്യോതിഷ നിയമപ്രകാരം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കർക്കിടകക്കൂറിൽപ്പെട്ട
പുണർതംകാല് പൂയമായില്യം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കുറവായിട്ടുള്ളൊരു ദിവസമാണ്. തുലാക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കുറവാണ്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖംകാല അഞ്ചം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മകരക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കുറവാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി കാൽ ഉത്തുട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ചിലരൊക്കെ എന്നെ വിളിച്ച് പറയും ഞാൻ ചുമ്മാ തള്ളുന്നതാണ്, ഇങ്ങനെയൊന്നും അടിക്കത്തില്ലെന്നൊക്കെ പറയും. പ്രിയമുള്ളവരൊരു കാര്യം വസ്തുതാപരമായി മനസ്സിലാക്കണം. കേരള ഗവൺമെൻറ് ലക്ഷക്കണക്കിന് ലോട്ടറി ടിക്കറ്റാണ് ഒരു ദിവസം ചിലവാക്കുന്നത്. അതായത് വിറ്റുപോകുന്നത് ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ്. ഒരു നക്ഷത്രത്തിൽ 10 ലക്ഷത്തിലധികം ജാതകരുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് 3 ലക്ഷം പേര് ഒരു ദിവസം ടിക്കറ്റ് എടുത്താൽ പോലും 27 നക്ഷത്രങ്ങളിൽപ്പെട്ട എത്ര ലക്ഷം ആൾക്കാരാണ് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കണമെന്നില്ല. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവരാണ്. അതായത് ഈ 3 ലക്ഷത്തിൽ നിന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന 10-300 പേർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കുക. അപ്പോൾ അത് ഞാൻ തള്ളുന്നതാണെന്ന് പറയരുത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ഈ വീഡിയോയിൽ കൂടി എല്ലാവരോടും എന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്നെ വിളിച്ച് ഇങ്ങനെ പറയുവാൻ വേണ്ടി. അത് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഒരു നക്ഷത്രത്തിൽ 10 ലക്ഷത്തിലധികം ജാതകരുണ്ട്. കേരളത്തിലെ കണക്ക് അനുസരിച്ച് 4 കോടി ജനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ 4 കോടി 27 നക്ഷത്രമായിട്ട് ഭാഗിക്കുക, നിങ്ങൾ തന്നെ ചെയ്യുക, ഭാഗിക്കുക. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ എത്ര ലക്ഷം പേരുണ്ടെന്നറിയാം. അതിൽ എത്ര ലക്ഷം പേര് ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്നറിയാം. അതിൽ നിന്ന് എത്ര സമ്മാനം സർക്കാർ കൊടുക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്ന കാര്യമാണ്. അല്ലാതെ ഞാൻ ഈ വീഡിയോയിൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകൾക്ക് ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് ഓടിപ്പോയി ലോട്ടറി ടിക്കറ്റ് എടുത്ത് അടിച്ചില്ലെങ്കിൽ എന്നെ പഴി പറയരുത്. കാരണം ഇവിടെ ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ കുറേ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. ആ നമ്പറൊക്കെ നോക്കി സെലക്ട് ചെയ്ത് എടുക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുക. ധനം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ബുദ്ധി വേണം. ധനം നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും ചാടിപ്പോകാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്. നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ് ധനം. അതുപോലെ തന്നെ ഈ ധനം നമ്മളെ രക്ഷിക്കുന്ന ഒരു സാധനവുമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ പോകുക എന്നുള്ളത് അറിഞ്ഞില്ല. അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നമ്പർ ഒന്നും കിട്ടിയില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യം, കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിനകത്ത് 6 അക്ക സംഖ്യകളും 4 അക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ 3, 6, 9 വരിക, അതുപോലെ തന്നെ 4 വരിക. ഇങ്ങനെയുള്ള സംഖ്യകൾ വരുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ കൂടി കഴിഞ്ഞു പോകുന്നവരാണ്. ലക്ഷ്മി ദേവിക്ക് മനസ്സ് തോന്നട്ടെ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സമ്മാനം ലഭിക്കുവാൻ ലക്ഷ്മി ദേവിക്ക് മനസ്സ് തോന്നട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.